എല്ലാവർക്കും സിമ്പിൾ പാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിറ്റ് 4 അതിലെ ഒരു പോയാണ് നമ്മൾ നോക്കുന്നത്. പോയത്തിൻ്റെ പേരെന്താണ്? ഡോർസ് ഓഫ് ഡയറി. അത് എഴുതിയിരിക്കുന്നത് ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ എന്ന പോയിറ്റാണ്. അതൊരു അമേരിക്കൻ റൈറ്ററാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അമേരിക്കൻ റൈറ്റർ ആൻഡ് പോയിറ്റ് ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ വാസ് ബോൺ ഇൻ 1852 in Germantown, USA. He became popular for a wide range of poetry that explored various aspects of religion and man's relationship with nature. He was a professor of English literature in Princeton University for over 20 years. His notable works are The Other Wise Man and The First Christmas Tree. He passed away in 1933. അപ്പോൾ അമേരിക്കൻ റൈറ്ററാണ്, ഒരു പോയറ്റാണ്. 1852 ജർമ്മൻ ടൗണിലാണ് ജനിച്ചത്. വൈഡ് റേഞ്ച് ഓഫ് പോയട്രി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. റിലീജിയനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മനുഷ്യരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും നാച്ചുറിനെ പറ്റിയിട്ടും ഒക്കെയാണ് അത് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു പ്രിൻസെറ്റൺ യൂണിവേഴ്സിറ്റിയിലെ 20 കൊല്ലത്തോളം ഒരു പ്രൊഫസറായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്കാണ് അതിൽ കാണുന്നത്. ദ അതർ വൈസ് മാൻ ആൻഡ് ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്. അദ്ദേഹം 1933 നമ്മളെ വിട്ടു പോയത്. പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുക, ഒരു സ്റ്റീപ്പായിട്ടുള്ള കുത്തനെയുള്ള ഒരു വലിയൊരു മൗണ്ടെയിനിൽ കയറിയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക എന്തൊക്കെ തോട്ട്സാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക, എന്തൊക്കെ ഇമോഷൻസാണ് വരിക എന്നൊക്കെയാണ് അതിൽ ടെസ്റ്റിൽ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പേടിയാണ് തോന്നുക, അല്ലേ? ചിലർക്കൊന്നും പേടി ഉണ്ടാവില്ല, നല്ല ധൈര്യശാലികളായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ നമുക്ക് കുറച്ചെങ്കിലും പേടിയുണ്ടാവും. താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ, ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും, ഇല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ കാൽ തെറ്റി വീഴുമോ, മരിക്കുമോ, അങ്ങനത്തെ ഒക്കെ ചെറിയൊരു ഭയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഡോർസ് ഓഫ് ഡയറി എന്നാണ് പാഠത്തിൻ്റെ പേര്. അത് എഴുതിയിരിക്കുന്നത് ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ എന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. പാഠത്തിൻ്റെ പേര് ഡോർസ് ഓഫ് ഡയറിങ് എന്നാണ്, അല്ലേ? ഡോർ എന്ന് വെച്ചാൽ നമുക്കറിയാം വാതിലാണ്. ഡയറിങ് എന്ന് വെച്ചാൽ ധൈര്യം അങ്ങനെയൊക്കെ. അപ്പോൾ ധൈര്യത്തിൻ്റെ ഒരു വാതിൽ എന്നൊക്കെ നമുക്ക് അർത്ഥമാക്കാം. 3 സ്റ്റാൻസയാണ് പോയത്തിനുള്ളത്. ആദ്യത്തെ സ്റ്റാൻസ് നമുക്ക് വായിക്കാം. ദ മൗണ്ടെയിൻ ദാറ്റ് എൻഫോൾഡ് ദ വെയിൽ വിത്ത് ദ വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റീപ്പ് ആൻഡ് ഹൈ ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുഡ് ടു സ്കെയിൽ ദ സ്റ്റേവേ ടുവേർഡ് ദ സ്കൈ. അപ്പോൾ എന്താണ് പറയുന്നത്? ആദ്യത്തെ സ്റ്റാൻസിൽ നമുക്ക് മൗണ്ടെയിനെ കുറിച്ചിട്ടുള്ള ഒരു തീമിലാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? മൗണ്ടെയിൻ ദാറ്റ് എൻഫോൾഡ്, മൗണ്ടെയിൻ പൊതിഞ്ഞിരിക്കുന്നു. ദ വെയിൽ, എന്തിനാണ് പൊതിഞ്ഞിരിക്കുന്നത്? വെയിൽ എന്ന് വെച്ചാൽ താഴ്വാരം എന്നാണ് അർത്ഥം. വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ് സ്റ്റീപ്പ് ആൻഡ് ഹൈ, എങ്ങനെയുള്ള ഒരു താഴ്വാരാണ്? ഗ്രാനൈറ്റ് പോലത്തെ വാളുള്ള, കുത്തനെയുള്ള, സ്റ്റീപ്പ് എന്ന് വെച്ചാൽ കുത്തനെയുള്ള, ഹൈ എന്ന് വെച്ചാൽ വലുത്, അങ്ങനത്തെ ഒരു മൗണ്ടെയിനാണ്, ആ ഒരു താഴ്വാരാണ് അത്. ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുഡ് ടു സ്കെയിൽ ദയർ സ്റ്റെയർവേ ടുവേർഡ് ദ സ്കൈ. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാണ് ആരെന്നെ? ഫിയർലെസ് ഫുഡ് എന്ന് വെച്ചാൽ പേടിയില്ലാത്ത, ഫുഡ് എന്ന് വെച്ചാൽ എന്താ? കാൽപാദം, അല്ലേ? പേടിയില്ലാത്ത കാൽപാദം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ തന്നെയാണ്. അങ്ങനെ പേടിയില്ലാത്ത ആളുകളെ ക്ഷണിക്കുകയാണ് മൗണ്ടെയിൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത്? അവരുടെ സ്കൈയിലേക്കുള്ള ഒരു കോവണിയുണ്ട്, അതായത് കോണിയുണ്ട്. ആ കോണി അളക്കുവാൻ വേണ്ടിയിട്ടാണ് ഫിയർലെസ് ആയിട്ടുള്ള ഫൂട്ടിനെ ക്ഷണിക്കുന്നത് മൗണ്ടെയിൻ. അതായത് പേടിയില്ലാത്ത ആളുകൾ, അതായത് ധൈര്യശാലികളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മൗണ്ടെയിൻ. അപ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? ഒരു കോൺഫിഡൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ മൗണ്ടെയിൻ ക്ഷണിക്കുക, അതായത് ഉയരങ്ങൾ കീഴടക്കണം എന്ന ഒരു തീമാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസ് നമുക്ക് വായിക്കാം. ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ that flows and forms from shore to shore, call to its sunburned chivalry, push out, set sail, explore. അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കാം. റെസ്റ്റ്ലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? റെസ്റ്റ് ചെയ്യാതെ എപ്പോഴും ഇങ്ങനെ
ചലിച്ചുകൊണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുക, അങ്ങനെ ഉള്ള ഇതിന് പറയുന്നതാണ് റെസ്റ്റ്ലെസ്. ഡീപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം ആഴമുള്ളത്. ഡിവൈഡിങ് സീ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതൊരു ബൈബിളിക്കൽ റെഫറൻസാണ്. ചെങ്കടൽ പിളർന്ന് രണ്ടായിട്ട് ഇസ്രായേൽ മക്കൾ ഈജിപ്തിലേക്ക് എസ്കേപ്പ് ആയിട്ടുള്ളൊരു കഥ ഉണ്ട്. ആ കഥ ഇതിനോട് പറയുകയായിരിക്കും ചെയ്യുന്നത്. അതിലത്തെ ഒരു അത്ഭുതം പോലെയാണ്, അല്ലെങ്കിൽ ഒരു വീര്യപ്രവൃത്തി പോലെയാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ബൈബിളിൽ. അപ്പോൾ അതുപോലെ ഒരു വീര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ. അതായത് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ. അതായത് തിരമാലകൾ ഒഴുകുകയാണ്, അതുപോലെ പതഞ്ഞിട്ട് ഒരു തീരത്തിൽ നിന്ന് മറ്റൊരു തീരത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു സീ എന്നത് പല റീജിയനിലുമായിട്ടും കണക്റ്റായിട്ടിരിക്കുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ അറേബ്യൻ സീ നോക്കുകയാണെങ്കിലും അങ്ങനെ നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പല കൺട്രീസുമായിട്ടും റീജിയൻസായിട്ടും കണക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. കോൾ ടു ഇറ്റ്സ് സൺബേൺഡ് ചിവാൽറി. സൺബേൺഡ് ചിവാൽറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലേൽക്കുക എന്നാണ് സൺബേണിൻ്റെ അർത്ഥം. ചിവാൽറി എന്ന് വെച്ചാൽ ധീരത. അപ്പോൾ വെയിലേറ്റ ധീരത എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത്. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്രയ്ക്കും കാഠിന്യമായ ചൂടാണ് നമ്മുടെ കടലിലേക്ക് വരുന്നത് അല്ലേ. പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. അതായത് പുറത്തേക്ക് തള്ളുക. സെറ്റ് സെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നതാണ് സെറ്റ് സെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാത്ര പോകുന്നതിനെയാണ് പറയുന്നത്. അത് ഷിപ്പിലാവാം, ബോട്ടിലാവാം. ആൻഡ് എക്സ്പ്ലോർ. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ ഓഷ്യൻ പരന്ന് കിടക്കുന്നുണ്ട്, അതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പതഞ്ഞു പൊങ്ങുകയാണ്, അത് ഓരോ ഷോറിലും തട്ടിയിട്ട് അങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇല്ലേ ആ ഇമേജൊക്കെ. അതൊരു വെയിലേറ്റ ധീരത പോലെയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിലൂടെ, അതായത് വെള്ളത്തിലൂടെ യാത്ര ചെയ്യണം. അതൊരു സൺബേൺഡ് ചിവാൽട്രിയാണ്. അതായത് ഇവിടെ ഓഷ്യനെയാണ് നമ്മുടെ ധീരതയായിട്ട് കണക്കാക്കുന്നത്. ആദ്യത്തേതിൽ നമ്മൾ മൗണ്ടൈനെ ആണ് ധീരത, കോൺഫിഡൻസ്, അതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസയിൽ എന്താണ്, സീ ആണ് നമ്മുടെ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റഫർ. ഇനി മൂന്നാമത്തെ സ്റ്റാൻസയിൽ എന്താ നമുക്ക് നോക്കാം. And all the bars at which we fret that seems to prison and control are but the doors of daring set ajar before the soul. ഇവിടെ ബാർസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്സ്റ്റക്കിൾസ് ആണ്, തടസ്സങ്ങളാണ്. ഫ്രെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ടു വെറി, ആകുലപ്പെടുക എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ്. പ്രിസൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ജയിൽ, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഡോസ് ഓഫ് ഡയറിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡയറിങ് എന്ന് വെച്ചാൽ ധൈര്യമാണ്. സെറ്റ് എജാർ എന്ന് വെച്ചാൽ ഒരു ഫ്രേസാണ്, ഒരുമിച്ചുള്ള ഒരു വാക്കാണ് ഇവിടെ സെറ്റ് എജാർ. സെറ്റ് എജാറിൻ്റെ അർത്ഥം സ്ലൈറ്റ്ലി ഓപ്പൺ, അതായത് പകുതിയായിട്ട് തുറന്ന്, ചെറുതായി തുറന്ന, അങ്ങനെയൊക്കെയാണ് അർത്ഥം. ബിഫോർ ദ സോൾ എന്ന് വെച്ചാൽ ഒരു ഫ്രേസാണ്. അത് നമ്മുടെ ഇന്നർ സോള്, അതുപോലെ അതിലത്തെ ഇന്നറായിട്ടുള്ള ഡിസയേഴ്സിനെയൊക്കെയാണ് പറയുന്നത്. ആസ്പിറേഷൻസ്, അതിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കുറേയധികം തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. അത് ചിലപ്പോൾ ഒരു പ്രിസൺ പോലെ, ജയിൽ പോലെ, കൺട്രോള്, അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു പോലെ ആയിരിക്കാം. പക്ഷേ ഒരു ചെറിയ വാതിൽ, ധൈര്യത്തിൻ്റെ വാതിൽ ചെറുതായിട്ടൊന്ന് തുറന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അത് കോൺഫിഡൻസോടു കൂടി, ഹാർഡ് വർക്കോട് കൂടിയിട്ട് കുറേ തടസ്സങ്ങളുണ്ടായിരിക്കും, പക്ഷെ അതൊക്കെ ഒരു ഗ്രോത്തിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാനാണ് കവിതയിൽ പറയുന്നത്. പോയത്തിലെ കൺക്ലൂഷൻ എന്നത് നമ്മൾക്ക് വളരെയധികം തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, പക്ഷേ അത് നമ്മൾ മുന്നേറണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മുടെ വളർച്ചയ്ക്ക് അങ്ങനത്തെ തടസ്സങ്ങൾ ആവശ്യമാണ് എന്നൊക്കെയാണ് കവി ഇതിലൂടെ പറയുന്നത്. അപ്പോൾ കവിത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.